മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ കത്തിക്ക് ഒന്ന് മൂർച്ച കൂട്ടുക എന്നുള്ളത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രിയമുള്ളവരെ, വീട്ടിൽ കറിവേപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടി ഉള്ള കറിവേപ്പ് ഇല കേടുകൂടാതിരിക്കാൻ ഉള്ള ഒരു ടിപ്പാണ്. കൂട്ടുകാരെ, നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒരു പഴയ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. കൂട്ടുകാരെ, എൻ്റെ വീട്ടിൽ ഈച്ചയുടെ ശല്യം ഉണ്ട്. നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയൻ. കൂട്ടുകാരെ, മഴക്കാലമൊക്കെ ആയി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും എല്ലാം ഈച്ച ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടിനുള്ളിലും ഇപ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ ഉള്ളതുകൊണ്ട് ധാരാളം ഈച്ചയും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ഈച്ചയുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഏവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടാതെ മറ്റ് ഒന്ന് രണ്ട് ടിപ്പ് കൂടെ ഞാൻ ഇതിന് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാം ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകൂടാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. പ്രിയമുള്ള കൂട്ടുകാരെ, നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ് ഈച്ചയെങ്കിലും മാലിന്യങ്ങളിലും മറ്റും പോയിരുന്ന് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ജീവിയെ വെറുപ്പാണ്. നമ്മൾ ഇതിനെ ഓടിക്കാനുള്ളൊരു ടിപ്പാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്ക് ഈച്ചകളെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് വേപ്പിലയാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ച് വേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതിൻ്റെ ഇല എല്ലാം വലിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. വേപ്പില മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. ഒന്നുകൂടി പറയാം, ഇത് കറിവേപ്പിലയല്ല, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന വേപ്പിലയല്ല ഇത്. നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്നത് കർപ്പൂരമാണ്. നല്ല സ്മെല്ല് ഉള്ളൊരു സാധനമാണ് കർപ്പൂരം. എല്ലാവർക്കും അറിയാവുന്നതാണ്. കർപ്പൂരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അത് ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് അല്ലീസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 10-12 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വൃത്തിയായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം കാണാം. കൂട്ടുകാരെ, നമ്മൾ വേപ്പിലയും കർപ്പൂരവും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒരു പഴയ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. പഴയ അരിപ്പ ഉപയോഗിക്കുക. ഒരു തുണിയിൽ വെച്ച് അരിച്ചാലും മതി. വേറെ ഇത് അരിച്ചു കഴിഞ്ഞ് മിക്സിയൊക്കെ നല്ലതുപോലെ കഴുകണം. കാരണം വേപ്പിൻ്റെ ഇലയ്ക്ക് നല്ല കയ്പുള്ള ഇലയാണ്. അത് പിന്നീട് നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുമ്പോൾ ആ കയ്പ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിക്സി ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ കഴുകിയെടുക്കാൻ ശ്രമിക്കണം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ടൊക്കെ യാതൊരു കാരണവശാലും ഈച്ച വരികയില്ല.
നമുക്ക് ബാക്കി മിക്സിയിലുള്ളത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് കൂട്ടുകാരോട് പറയാനുള്ളത്, ഇത് 1-2 ദിവസം മാത്രമേ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയുള്ളൂ. ഇത് ദിവസം 2-3 തവണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത്, നമ്മളിവിടെ വിനീഗർ എടുത്തിട്ടുണ്ട്, വിനാഗിരി, സിന്തറ്റിക് വിനാഗിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂണ് 4 സ്പൂണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ശേഷം നമ്മൾ ഇതുപോലൊരു സ്പ്രേയുടെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂടി തുറന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. തരികൾ കാണരുത്. നമുക്ക് ആ കുപ്പി നിറയെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് അടച്ചു വെക്കാം. വെച്ച് അതിൻ്റെ അടപ്പോടെ ഉപയോഗിക്കാം. കഴിഞ്ഞാൽ ഭയങ്കര ആണ്. സ്പ്രേയുടെ കുപ്പി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലൊരു സ്പ്രേ ഗണ്ണ് മേടിച്ചാൽ മതി. ഇതിന് 20-25 രൂപ മാത്രമേ ഉള്ളൂ വില. ഇതുപോലൊരു സ്പ്രേ ഗണ്ണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ കുപ്പിക്കകത്ത് വെച്ച് നമുക്കിത് സ്പ്രേ ചെയ്യാൻ പറ്റുന്നതാണ്. 20-25 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. കൂട്ടുകാരെ, എൻ്റെ വീട്ടിൽ ഈച്ചയുടെ ശല്യം ഉണ്ട്. ഇതിൻ്റെ സ്മെല്ലടിച്ചത് കാരണം ഈച്ച വരുന്നില്ല. അപ്പോൾ കൂട്ടുകാരെ, ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും വീട്ടിലെ കറിവേപ്പ് ഉണ്ടാകണമെന്നില്ല. നമ്മൾ പലപ്പോഴും കടയിൽ നിന്നാണ് ഇതുപോലെ കറിവേപ്പ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. ഇനി മുതൽ കറിവേപ്പ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തണ്ടോടുകൂടി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇതുപോലെ തണ്ടോടുകൂടി വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ കമ്പിൻ്റെ അറ്റഭാഗം ഒരു കത്തി കൊണ്ട് ഇതുപോലെ മുറിച്ച് മാറ്റുക. നമ്മൾ അതുപോലെ ഒന്ന് മുറിച്ച് മാറ്റി കൊടുക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിവുള്ള ടിപ്സാണ്, എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലരും അറിയാം എന്നുള്ള കമൻറ്റ് വരുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത്. നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ടിപ്സാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ടിന്നെടുക്കുക. ഹോർലിക്സ് കുപ്പിയോ ഇതുപോലെയുള്ള ചെറിയ ടിന്നെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 3/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ കറിവേപ്പിൻ്റെ തണ്ട് ഇറക്കി കൊടുക്കാം. ഇത് അടുക്കളയുടെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ കണ്ടതുപോലെയുള്ള ഗണ്ണ് ഉപയോഗിച്ച് ഇതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആഴ്ചകളോളം കേടുകൂടാതെ തന്നെ ഇരിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കറിവേപ്പ് ഉണങ്ങാതെ ആഴ്ചകളോളം കേട് കൂടാതെ ഇരിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്സാണ്, നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമെന്ന് ഇതിന് താഴെ കമൻറ്റ് വരും, അതറിയാം. കൂട്ടുകാരെ, മറ്റൊരു ടിപ്പാണ് നമ്മുടെ ഈ കത്തിക്ക് ഒന്ന് മൂർച്ച കൂട്ടുക എന്നുള്ളത്. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിന് വേണ്ടി ഇതുപോലെ ഒരു സാൻഡ് പേപ്പറിൻ്റെ പീസ് എടുക്കുക. ഇത് 80-ൻ്റെ സാൻഡ് പേപ്പറാണ്. 80-ആം നമ്പർ സാൻഡ് പേപ്പറാണ്. ഇതുപോലെ സാൻഡ് പേപ്പർ എടുത്തിട്ട് ചെറിയൊരു പീസ് എടുത്ത് നമ്മുടെ കൈ മുറിയാതെ, ഇത് ക്ലോത്തിൻ്റെ സാൻഡ് പേപ്പറാണ്. പേപ്പറിൻ്റെ ഉണ്ട്, ക്ലോത്ത് ഉണ്ട്. നമുക്ക് വേണ്ടത് ക്ലോത്തിൻ്റെ സാൻഡ് പേപ്പറാണ്. ക്ലോത്തായിട്ടുള്ള സാൻഡ് പേപ്പറാണ്. മുകളിൽ ക്ലോത്താണ് ഒട്ടിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കൈ ഒന്നും മുറിയില്ല. നമ്മൾ ഇതുപോലെ പിടിച്ച്
പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലോത്തിൻ്റെ സാൻഡ് പേപ്പർ മാത്രമേ എടുക്കാവൂ. പേപ്പറിൻ്റെ കീറി കൈ കീറാൻ ചാൻസ് ഉണ്ട്. ചെറുതായിട്ട് ഇരുമ്പ് പിടിച്ച ഭാഗങ്ങളെല്ലാം ഇനി ഒരു പഴയ തുണി എടുത്ത് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. ഇതേ കൂട്ടുകാരെ, നമ്മുടെ ആ കത്തിയുടെ രൂപമാറ്റം കണ്ടില്ലേ? കത്തി നല്ല മൂർച്ചയായിട്ടുണ്ട്. നല്ല വൃത്തിയായി ഭംഗിയായിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് മൂർച്ചയായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നവരെ ഒന്ന് ഫോളോ ചെയ്യുക. എവർക്കും നന്ദി, നമസ്കാരം.